പൗരോസ്യ ആരാധനാക്രമത്തിലെ ജൂലൈ മാസം 15-ാം തീയതി നമ്മൾ പ്രത്യേകം വിശുദ്ധ കുര്യാക്കോസ്, ജൂലിത്ത എന്നിവരെ അനുസ്മരിക്കുന്നു. 3-ാം നൂറ്റാണ്ടിൽ മതബന്ധനം നടക്കുന്ന കാലഘട്ടത്തിൽ ഇക്കാനോൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന വിധവയായ ജൂലിത്തായും മകൻ കുര്യാക്കോസും കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരായിരുന്നു. ജൂലിത്തായുടെ മകൻ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ തന്നെ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം ഈശോയെക്കുറിച്ചുള്ള വിജ്ഞാനം പൂർണ്ണായുധത്തിൽ അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി എന്ന് പറയാൻ സാധിക്കും. ഈ വിശ്വാസം വളർന്ന് വന്നുകൊണ്ടിരുന്നു. 3-ാമത്തെ വയസ്സായപ്പോഴേക്കും മതവർദ്ധനം വർദ്ധിച്ച ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകും, എങ്കിലും മനുഷ്യപുത്രൻ വരുന്നവരെ ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ സഞ്ചരിച്ച് തീർക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇവർ മാറി മാറി ഓരോ സ്ഥലത്ത് താമസിച്ചിരുന്നവരിലും മതവർദ്ധകന്മാർ ഒരിക്കലും അവരെ വിട്ടുമാറാതെ പുറകെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കുറെ നാൾ രഹസ്യത്തിൽ അവർക്കങ്ങനെ പാർക്കാൻ കഴിയുന്നവരിലും അവസാനം അവർ പിടികൂടപ്പെട്ടു. അമ്മയും മകൻ ജൂലിത്തായും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കർത്താവിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. അമ്മയുടെ പക്കൽ നിന്ന് മകനെ വേർപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവർക്ക് ആർക്കും പറ്റിയില്ല. അമ്മയോട് പറ്റിച്ചേർന്ന് നിന്ന ആ മകനെ ആദ്യം അമ്മയിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രാജാവിന്റെ കിങ്കരന്മാർക്ക് വേർപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അവർ വീണ്ടും ബലം പ്രയോഗിച്ച അമ്മയിൽ നിന്ന് മകനെ പിടിച്ചെടുക്കുന്നതിനിടയിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഈ രീതിയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കുര്യാക്കോസ് മറ്റു അവരുടെ മതവർദ്ധകരുടെ അനുനയനങ്ങൾക്ക് ഒന്നും വഴിപ്പെടാതെ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. 3 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂവെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള കഴിവ് ആ ബാലനായ കുര്യാക്കോസിന് ലഭിക്കുകയുണ്ടായി. അതനുസരിച്ച് ഞാൻ കർത്താവിൻ്റെതാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ എന്തെല്ലാം ആവശ്യപ്പെട്ടാലും എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. രാജാവിന് ഇതൊന്നും പ്രീതികരമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തോ മറ്റേതെങ്കിലും മാർഗേണയോ കുര്യാക്കോസിനെ മത ചിന്തയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് അകറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ കുര്യാക്കോസ് പറയുകയുണ്ടായി, നീയും നിന്റെ പണവും നിന്നോട് കൂടെ നശിക്കട്ടെ, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഇത് രാജാവിന് വളരെയധികം അപ്രീതി ഉളവാക്കി. ഈ ഒരു ചെറിയ ബാലൻ തന്നെ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുവാണോ? അങ്ങനെയെങ്കിൽ ഇവനെ ആദ്യമായി വധിക്കാം എന്ന് തീരുമാനമെടുത്തു. രാജാവിന്റെ കിങ്കരന്മാരോട് പറഞ്ഞു, ഒരു നടയിലൂടെ ഇവനെ തലകീഴായി വലിച്ച് ഇഴച്ചുകൊണ്ട് പോവുക, അവനെ വധിക്കുക. അപ്പോഴും കുര്യാക്കോസ് തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല അമ്മയായ ജൂലിത്ത മകനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ആ പ്രേരണ കൊടുത്തുകൊണ്ടിരുന്നു. ഭയപ്പെടാതെ തന്നെ കുര്യാക്കോസ് മറ്റുള്ളവരുടെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട്
വലിച്ചഴിക്കപ്പെടുവാൻ സമ്മതിച്ചു. ഒരു പാരമ്പര്യമനുസരിച്ച് ആ നടയിലൂടെ വലിച്ചഴിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തല പൊട്ടി മരിക്കുന്നതിന് ഇടയായി എന്നാണ് കാണുന്നത്. മറ്റൊരു പാരമ്പര്യമനുസരിച്ച് കുര്യാക്കോസ് ഗത കൊണ്ട് അടിച്ചു കൊല്ലപ്പെട്ടു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഇത് രണ്ടും ശരിയായിരിക്കാം. കാരണം നടയിലൂടെ വലിച്ചഴിക്കപ്പെട്ടപ്പോൾ തല പൊട്ടിയെങ്കിലും മരണം സംഭവിച്ചില്ലായിരിക്കാം. അതുകൊണ്ട് നിരത്തിൽ വെച്ച് ഗത കൊണ്ട് അടിക്കപ്പെട്ട് അങ്ങനെ വധിക്കപ്പെടാൻ ഇടയായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കുര്യാക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ സ്വന്തം എന്ന് തന്നെയാണ്. അപ്പൊ കർത്താവിന്റെ സ്വന്തമായിരുന്ന കുര്യാക്കോസ് കർത്താവിന്റെ സ്വന്തമായി പൂർണ്ണമായി ആയിത്തീരാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ പക്കലേക്ക് സമ്മതിക്കപ്പെട്ടു. കുര്യാക്കോസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി വിശുദ്ധ ജെറോം പറയുന്നത് കുര്യാക്കോസിനെ മാലാഖമാർ സ്വർണ്ണ രഥത്തിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കുന്നത് കണ്ടുവെന്നാണ്. അങ്ങനെ മരണം സ്വീകരിച്ച കുര്യാക്കോസ് നിത്യമായി കർത്താവിന്റെ സ്വന്തമായി സ്വർഗത്തിലേക്ക് പോകുന്നതിനിടയായി. 3 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മരിച്ചതുകൊണ്ട് കൂടുതലായ ചരിത്രമൊന്നും നമുക്ക് കുര്യാക്കോസിനെ കുറിച്ചില്ല. എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യം മറ്റു പലരും ചെയ്തതിനേക്കാൾ വലിയതായ കാര്യം തന്നെയാണ്. തന്റെ ആ ചെറുപ്പകാലം തന്നെ പൂർണ്ണമായുധത്തിൽ കർത്താവിന് സമർപ്പിക്കുവാൻ, രക്തം ചിന്തിക്കൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ ആ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ വിശ്വാസം 3 വർഷക്കാലം കൊണ്ട് ഒരു വലിയ രക്തസാക്ഷിക്ക് വളർത്താവുന്നിടത്തോളം വളർത്തി എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. അതുകൊണ്ടാണല്ലോ സ്വജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈശോയുടേതാണ്, ഞാൻ കർത്താവിൻ്റെതാണ് വാക്ക് സൂചിപ്പിക്കുന്ന രീതിയിൽ കർത്താവിന്റെ സ്വന്തമായിരുന്നുകൊണ്ട് ആ സ്വന്തമായ കർത്താവിനെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോകുവാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ കർത്താവിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്ന് പ്രത്യേകം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഓരോ ക്രൈസ്തവന്റെയും പ്രധാനപ്പെട്ട ചുമതല ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ളത്, ഏറ്റവും വലിയ സ്നേഹം എന്നുള്ളത് സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതാണെന്ന് കർത്താവ് പറയുകയുണ്ടായി. കുര്യാക്കോസ് തന്റെ ജീവിതം മുഴുവനും സമ്പൂർണമായിട്ട് ദൈവത്തിന്, ക്രിസ്തുവിന് സമർപ്പിച്ചു. അത് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ രക്തം ചിന്തിക്കൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. എങ്കിലും രക്തം ചിന്താതെയുള്ള രക്തസാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ചുറ്റുപാടുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ ഈശോയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുമ്പോൾ നമ്മളും ഈ രക്തസാക്ഷിത്വത്തിൻ്റെതുപോലെയുള്ള ഒരു മകുടം പ്രാപിക്കുന്നതിന് ഇടയായിത്തീരും. നമ്മുടെ ജീവിതം ഇപ്രകാരം ഒരു സാക്ഷ്യമായിരിക്കേണ്ടതാണെന്ന് വിശുദ്ധ കുര്യാക്കോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അമ്മയായ ജൂലിത്തായും ഈ മകന്റെ മരണത്തിനു ശേഷം മർദ്ദനങ്ങൾക്ക് വീണ്ടും വിധേയമായി. അവളെയും അനുനയിപ്പിക്കാൻ വേണ്ടി രാജാവും കിങ്കരന്മാരും ശ്രമിച്ചെന്ന വരിയിലും അവർക്കാർക്കും ജൂലിത്തായെയും തന്റെ വിശ്വാസത്തിൽ പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവളെയും വധിക്കുന്നതിന് രാജാവിന്റെ കൽപ്പനയുണ്ടായി. മകന്റെ മരണശേഷം അമ്മയും തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മർദ്ദകന്മാർക്ക് സ്വയം വിട്ടുകൊടുത്തു. അങ്ങനെ അമ്മയും രക്തസാക്ഷിണിയായി മാറി. അമ്മയെയും മകനെയും ഒരേ ദിവസം സഭ അനുസ്മരിച്ചുകൊണ്ട് ഇവരുടെ തിരുനാൾ ജൂലൈ മാസം 15-ാം തീയതി ആചരിക്കുന്നു. സഭയുടെ 3-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ നമുക്ക് ഇവരെ പ്രത്യേകം അനുസ്മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
ആരാധനക്രമത്തിൽ ഇവരെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. കാനോൻ നമസ്കാരത്തിലും അതുപോലെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിലും ഇവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സിറോ മലബാർ റീത്തില് പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ വിശുദ്ധ കുര്യാക്കോസിനെ പ്രത്യേകം ഓർമ്മിക്കുന്നുണ്ട്. വളരെ മാധ്യസ്ഥ ശക്തി ഉള്ളവരായിട്ടാണ് ജൂലി തായെയും മകനായ വിശുദ്ധ കുര്യാക്കോസിനെയും സഭ കണ്ടിരുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇതുപോലെ കർത്താവ് തന്റെ ആ ജീവിതത്തിൽ പങ്കുചേർക്കുവാൻ, തന്റെ സഹനത്തിൽ പങ്കുചേർക്കുവാൻ വേണ്ടി വിളിക്കുന്നു. കർത്താവിന്റെ പ്രിയപ്പെട്ടവരായി ജോലിത്തായും കുര്യാക്കോസും തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യത്തോടുകൂടി ഇവരുടെ തിരുനാൾ ദിവസം നമുക്ക് ആചരിക്കാം. അതേസമയം തന്നെ വിശ്വാസത്തിൽ അനുദിനം വളർച്ച പ്രാപിക്കുന്നതിന് നിരന്തരം നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇത് വിശ്വാസ വത്സരമാണ്. ഈ വിശ്വാസ വത്സരത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിരിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ പോലെ ആയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ വീണ്ടും പറയുന്നത് ക്രിസ്തു പിതാവിനോട് വിശ്വസ്തനായിരുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈശോയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നമ്മുടെ ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കണം. വിശ്വാസം നിരന്തരം വളർന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ കർത്താവിൻ്റെതാണെന്നുള്ള ബോധ്യത്തിലാണ് വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഏതാനും തത്വസംഹിതകൾ അംഗീകരിച്ച് പറയുന്നതല്ല, പ്രത്യുത ഈശോയാകുന്ന വ്യക്തിയിൽ ഉള്ള നമ്മുടെ ആ സമർപ്പണമാണ്. ആ വ്യക്തിക്കുള്ള സമർപ്പണമാണ്, വ്യക്തിയോട് ചേർന്ന് പിതാവിനുള്ള സമർപ്പണമാണ്. ഈ സമർപ്പണത്തിൽ നിരന്തരം വളർച്ച പ്രാപിക്കാനും ദൈവം എന്തെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ രക്തം ചിന്തിക്കൊണ്ട് പോലും നമ്മുടെ വിശ്വാസം പ്രഘോഷണം ചെയ്യുവാൻ, അങ്ങനെ യഥാർത്ഥത്തിൽ ഈ വിശുദ്ധാത്മാക്കൾക്ക് യോജിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ വിശുദ്ധാത്മാക്കളുടെ മാതൃക നമ്മളെ ഉത്തരോത്തരം പ്രചോദിപ്പിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.